കേരളത്തിൽ ഒട്ടനവധി പേർക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയും പലർക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരാരും നേരിടാത്ത ഒരു അധിക്ഷേപമാണ് ഇതിനുശേഷം ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അജയ് തറയിൽ എന്ന കോൺഗ്രസ്സുകാരൻ എഴുതിയത് ഞാൻ വായിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, അതിനകത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പോലും അറിയാൻ പാടില്ലാതെ വളരെ നിരുത്തരവാദപരമായാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ അജയ് തറയിൽ പറയുന്ന ദമ്പതികളുടെ മകനല്ല, അതയാൾ മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം, ഞാൻ ദളിത് ക്രിസ്ത്യാനിയാണെന്നുള്ളതാണ്. ഈ ദളിത് ക്രിസ്ത്യാനി ആയാൽ ഇയാൾക്കെന്താ പ്രശ്നം? ഇയാൾക്കെന്താ നീ പ്രശ്നം? കേരളത്തിൽ ഇന്ത്യയിൽ ക്രിസ്തുമതം സ്വീകരിച്ച ദളിതർക്ക് 1960-ലെയും 62-ലെയും കേന്ദ്ര സർക്കാരിൻ്റെ നിയമപ്രകാരം ഹിന്ദുമതം സ്വീകരിക്കാവുന്നതാണ്. ആ നിയമം അനുസരിച്ച് തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ. ഞാനൊരു പള്ളിയിലും അംഗമല്ല, ഒരു പള്ളിയിലും എൻ്റെ റെക്കോർഡും ഇല്ല. പള്ളിയിൽ റെക്കോർഡ് ഉണ്ടാകുന്നൊരു കുറ്റമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ ഇല്ല. അപ്പം ഞാൻ ഈ ദളിത് ക്രിസ്ത്യാനിയാണെന്ന് പറയുന്ന അജയ് തറയിലടക്കമുള്ള കേരളത്തിലെ മുഴുവൻ ആൾക്കാരെയും ഞാൻ വെല്ലുവിളിക്കുന്നത്, ഏതെങ്കിലും പള്ളിയിൽ ഞാൻ മെമ്പറാണെന്നവർ തെളിയിച്ചാൽ ഞാൻ ഈ പണി നിർത്താം. ഇവർ വെറുതെ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ മിനിമം ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. രണ്ടാമതൊരു കാര്യം, ഞാൻ ജോലിക്ക് വേണ്ടിയാണ് മതം മാറിയെന്നുള്ള. ജോലിക്ക് വേണ്ടിയാണെങ്കിൽ തന്നെ കോൺഗ്രസ്സുകാർക്ക് എന്താ പ്രശ്നം? ആണെങ്കിൽ തന്നെ എന്നാന്നേ പ്രശ്നം? ഇവർ കൊടുക്കുന്ന ജോലിയാണോ? അല്ലല്ലോ, ഗവൺമെൻറ് ജോലിയല്ലേ. ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് ദളിത് ഹിന്ദു ആവുക എന്നുള്ളത് സാധാരണ നടക്കുന്ന നടപടിക്രമമാണ്. അപ്പോൾ ഞാനിവിടെ ജോലിക്ക് വേണ്ടി മാറിയെന്ന് പറയുന്ന അജയ് തറയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1ാം റാങ്കിൽ ജയിക്കുകയും സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി പരീക്ഷ ഒറ്റയെഴുത്തിന് ജയിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് കേരളത്തിലൊരു ജോലി കിട്ടാൻ ഒരു മതവും മാറേണ്ട കാര്യമില്ല. ഇവിടെ കോമ്പറ്റീറ്റീവായിട്ട് എനിക്ക് എഴുതി ജയിക്കാൻ കഴിയും. അപ്പോൾ അതൊരു വ്യാജ്യമായ, അല്ലെങ്കിൽ പറയട്ടെ, ഞാനീ പറയുന്ന നുണയാണെങ്കിൽ അവർ പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തുള്ളൊരു പ്രശ്നം ഈ വ്യക്തിപരമായ അധിക്ഷേപമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ നിരവധി പേർ വൈക്കത്ത് ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത് പണത്തിന് വേണ്ടിയാണെന്ന് പറയുന്നതിന് പിന്നിൽ ഒരു സാമൂഹിക ബോധമുണ്ട്. കേരളത്തിലെ ദളിതർ മുഴുവൻ ദരിദ്രരാണ്, അവർ പൈസയ്ക്ക് വേണ്ടി നടക്കുന്നവരാണെന്നുള്ള അജയ് തറയിലിൻ്റെ ജാതിബോധത്തെ തീർച്ചയായും വെല്ലുവിളിച്ചേ പറ്റൂ. കേരളത്തിൽ നിങ്ങൾക്കറിയാമോ, ദളിത് സമുദായ മുന്നണിയുടെ സംസ്ഥാന ചെയർമാനാണ് ഞാൻ. എനിക്ക് സീറ്റ് വാഗ്ദാനം, ഞാനുള്ള സ്ഥാനാർത്ഥിയാണെന്നൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എൻ്റെ സംഘടനയും പ്രഖ്യാപിച്ചു, ഒരു ചാനലും പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാവരും പറഞ്ഞത് സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. അതല്ലാതെ അവിടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ ഞാൻ പ്രചാരണം നടത്തിയെന്നും പണം അടിച്ചു മാറ്റാനുമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വ്യക്തിപരമായി ആക്ഷേപത്തിന് അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഇത് കളിക്കുന്നത് ഒരു ജനതയോടാണെന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കിക്കോണം. ഞാൻ ചെയർമാനായിട്ടുള്ള ദളിത് സമുദായ മുന്നണി 53 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന്, അവരുടെ കയ്യിൽ നിന്ന് സ്വർണം പണയം വെച്ചും അവരുടെ ഡെപ്പോസിറ്റുകൾ എടുത്തും അവരുടെ കയ്യിലുള്ള പണം 53 ലക്ഷം രൂപയാണ് ഞാൻ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ മുടക്കാൻ ദളിത് സമുദായ മുന്നണി സമാഹരിച്ചത്. ഞാനേ ഈ അജയ് തറലിൻ്റെ കൂടി ജനിച്ചപ്പോൾ മുതൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. പക്ഷേ സാമൂഹ്യ പ്രവർത്തനം കൂടി ജീവിച്ച ആളല്ല.